പത്രവാർത്തകൾ പറയാൻ എനിക്കിപ്പം ഉള്ളത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു നേരത്തെ പറഞ്ഞ വാർത്തയിൽ, അതായത് പെട്രോൾ ഡീസൽ വില വർധനവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായും ഇന്ന് പത്രങ്ങളൊക്കെ ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് മാതൃഭൂമി പത്രത്തിൽ നിന്ന് തുടങ്ങാം. മാതൃഭൂമി പറയുന്നത് അരികെ എന്നാണ്, പശ്ചിമേഷ്യ യുദ്ധം അന്ത്യത്തിലേക്ക് എന്നാണ്. ഏതാനും മണിക്കൂറിനുള്ളിൽ ശുഭവാർത്തയെന്ന് US വിദേശകാര്യ സെക്രട്ടറി. കരാർ അന്തിമമാക്കാനുള്ള ശ്രമത്തിലെന്ന് ട്രംപ്. അങ്ങനെ പലതരത്തിൽ കരാർ ഉണ്ടാവാൻ പോകുന്നു എന്ന തരത്തിലാണ് മാതൃഭൂമി ഇന്ന് ഒന്നാമത്തെ പേജിൽ അവരുടെ ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത്. സിറാജ് സമാധാനം ഉടൻ എന്ന് സിറാജ് പറയുന്നു. വെടിനിർത്തൽ നീട്ടും, ഹോർമുസ് തുറക്കും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. തെഹ്റാനിലെ ഇമാം ഖുമേനി ഗ്രാൻഡ് മസ്ജിദിൽ ദേശീയ പതാകയും പരമോന്നത നേതാവ് ഖംനെയിയുടെയും ചിത്രവും ഉയർത്തി ഇറാൻ സൈന്യത്തിനും സംഘർഷത്തിൽ മരിച്ചവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ആളുകളുടെ ഒരു ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് സിറാജ് ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളപ്പോൾ സമാധാനത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമല്ലോ, ഇതിപ്പോൾ മാതൃഭൂമിയും സിറാജും വായിക്കുന്ന ആളുകൾ ഏതാണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് തോന്നുന്നിടത്ത് നമ്മൾ സുപ്രഭാതത്തിലേക്ക് വരുമ്പോൾ സുപ്രഭാതത്തിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: മലക്കം മറിഞ്ഞ് US എന്നാണ്. ഇറാനുമായുള്ള സംഘർഷം, ശുഭവാർത്ത ഉടനുണ്ടാകുമെന്ന മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ധൃതിയില്ലെന്ന് ട്രംപ് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് US-ൻ്റെ നയതന്ത്ര വിദഗ്ധർ പറയുന്നത് വളരെ വേഗത്തിൽ തിടുക്കം പിടിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാന കരാറിലേക്ക് പോകേണ്ടതില്ല എന്ന് ട്രംപിനെ ഉപദേശിച്ചു എന്നുകൂടി ട്രംപ് പറയുകയാണ്. അതായത് ആ മനുഷ്യൻ മിനിറ്റിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പത്രങ്ങൾ വായിച്ച് മൂന്നാമത്തെ പത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും മാനസിക സംഘർഷത്തിലാവും. ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല എന്ന തരത്തിലാണ് സുപ്രഭാതം ആ വാർത്ത എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദു എക്സ്പ്രസിലൊക്കെ സമാനമായി തന്നെ മലക്കം മറിഞ്ഞു US എന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് വാർത്ത ഉണ്ടായിരിക്കുന്നത്. അതാണ് അവിടുത്തെ സാഹചര്യമെങ്കിൽ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഒരുപാട് വാർത്തകൾ, പല പത്രങ്ങളിൽ വ്യത്യസ്തമായ തലക്കെട്ടുകൾ നമുക്കിന്ന് കാണാൻ കഴിയും. മംഗളം പത്രത്തിലെ വാർത്ത: നവകേരള സദസ്സ് രക്ഷാപ്രവർത്തനം, വധശ്രമവും ചുമത്തും എന്നാണ്. അറസ്റ്റിന് സാധ്യത, 5 പോലീസുകാർക്ക് സസ്പെൻഷൻ, ഉത്തരവ് ഉടൻ, അജിത് കുമാറിൻ്റെ എക്സൈസ് കമ്മീഷണർ പദവി തെറിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മംഗളം ഇന്ന് ഒന്നാമത്തെ പേജിൽ അവരുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചന്ദ്രികയിൽ ആ വാർത്ത വരുന്നത്: രക്ഷാപ്രവർത്തനം, കേസ് ഡയറി തിരുത്തിയതിൽ തെളിവ് പുറത്ത്, ADGP MR അജിത് കുമാറിനെതിരെ നടപടി വരും, അന്വേഷണ റിപ്പോർട്ട് തിരുത്തുന്നത് ഗുരുതര കുറ്റം, ആദ്യ റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രികയിൽ ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷം മെട്രോ വാർത്തയിലേക്ക് വരുമ്പോൾ അവരുടെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: തുടക്കത്തിലെ കല്ലുകടി എന്നാണ്. മന്ത്രിമാരോടും പാർട്ടിയോടും കൂടിയാലോചിക്കാതെ സംസ്ഥാനത്തെ IAS തലപ്പത്ത് മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ വൻ അഴിച്ചുപണി എല്ലാവർക്കും കടുത്ത അതൃപ്തി. 6 ജില്ലാ കളക്ടർമാർ, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയാണ്. പക്ഷേ അതിൽ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ കല്ലുകടിയോ എന്ന തരത്തിലാണ് മെട്രോ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ അവരുടെ ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അവരതിനെ പൊളിറ്റിക്കലി തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി അടി തുടങ്ങി എന്നാണ്. ചെന്നിത്തല നിർദ്ദേശിച്ച പോലീസിലെ മാറ്റങ്ങൾ സതീശൻ അംഗീകരിച്ചില്ല. ഭിന്നത ADGP മുതൽ SI വരെയുള്ള അഴിച്ചുപണിയിലാണ് എന്നത് കൂടിയാണ് പറയുന്നത്. വിവാദങ്ങൾക്കിടെ മന്ത്രിസഭായോഗം ഇന്ന് നടക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കൊടുക്കുന്നുണ്ട്. ഈ സർക്കാർ വന്ന ഘട്ടം മുതൽ തന്നെ ഖജനാവിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. പൂച്ച പെറ്റുകിടന്ന ഖജനാവ് എന്ന പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ജനയുഗത്തിൻ്റെ ഇന്നത്തെ വാർത്ത. പൂച്ച പെറ്റുകിടന്ന ഖജനാവിൽ 5429 കോടി രൂപ. വിവരാവകാശ രേഖ പുറത്ത്. കാലിയെന്ന അതായത് ഖജനാവ് കാലിയാണെന്ന UDF വാദം പച്ചക്കള്ളമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ജനയുഗം ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി പല ചാനലുകളിലും മറ്റും വന്നിരുന്ന വാർത്ത കൂടിയാണ്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം പറയുന്നത് കരുതലും കാവലുമാകും എന്നാണ്. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ജൂണിൽ. വരുമാന ചോർച്ച തടയും, വാഗ്ദാനങ്ങൾ ലക്ഷ്യമിടും, മറികടക്കാനുള്ളത് വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാണ് ഇപ്പോഴും വീക്ഷണം പറയുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി ഉറപ്പുകൾ പാലിക്കും എന്നുള്ളതാണ്. അതായത് സ്വപ്നതുല്യമായ ഒരു ബജറ്റായിരിക്കും വരാൻ പോകുന്നത്, പദ്ധതികളുണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കരുതലും കാവലുമാകുമെന്നും വീക്ഷണം അവരുടെ ഒന്നാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് കേരള കൗമുദിയിലെ വാർത്ത കാണാം: മോദി സതീശൻ കൂടിക്കാഴ്ച നാളെ. GST, PM ശ്രീ ഉൾപ്പെടെ ചർച്ചയാകും. ഇന്ന് രാത്രി VD സതീശൻ ഡൽഹിയിലേക്ക് തിരിക്കും എന്ന കാര്യം കേരള കൗമുദി വളരെ പ്രധാനപ്പെട്ട വാർത്തയായി അവരുടെ ഒന്നാം പേജിൽ തന്നെ ഇന്ന് നൽകിയിട്ടുണ്ട്.
ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ രക്തൻ യു ഖേൽക്കറിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നിയമനം, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ജന്മഭൂമി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് കൊടുക്കുന്നത്. ഖേൽക്കറിൻ്റെ നിയമനം രാഹുലിൻ്റെ കാപ്പട്യം പുറത്ത് വലിയ മോഷണത്തിലുള്ള വലിയ പ്രതിഫലമാണോ എന്ന് BJP ചോദിച്ചു. കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രക്തൻ ഖേൽക്കറിനെ മുഖ്യമന്ത്രി VD സതീശിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കി നിയമിച്ചതോടെ കോൺഗ്രസിൻ്റെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കാപ്പട്യം പുറത്ത് ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം രാഹുൽ ഗാന്ധിക്കെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയും ഉയർത്തുന്ന തരത്തിലേക്ക് BJPക്ക് അങ്ങനെ ഒരു ആയുധം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ജന്മഭൂമി ഒന്നാം പേജിൽ നൽകുകയും ചെയ്യുന്നത്. അതിനുശേഷം മനോരമയിലേക്ക് വരുമ്പോൾ മനോരമയുടെ ഇന്നത്തെ ഒന്നാമത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് CBSE സമഗ്ര അന്വേഷണമില്ല, പകരം പൊടിക്കൈ, ഉത്തരം മുട്ടുമ്പോൾ എന്നാണ് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് കേരള കൗമുദിയിലും സമാനമായി തന്നെ ഹെഡ്ലൈൻ നമുക്ക് കാണാൻ കഴിയും. പോർട്ടൽ തകരാർ പരിശോധിക്കാൻ IIT വിദഗ്ധർ, സ്കാനിംഗ് പിഴവിന് മറുപടിയില്ല, പകർപ്പിന് അപേക്ഷ ഇന്നുകൂടി. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് CBSEയുടെ പരീക്ഷാ പേപ്പർ വീണ്ടും പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ, അതിൻ്റെ സൈറ്റിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പുനർനിർണ്ണയത്തിന് ഒരു പേപ്പറിന് 60,000 രൂപ വരെ ചോദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് CBSEക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് മനോരമ ഒന്നാം പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമത്തിൽ ഒരു വാർത്തയുണ്ട്, ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയായ ഒരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്, അതിൻ്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: കല്ലറയിൽ മക്കൾ ഏറ്റുവാങ്ങി പുതുവീടിൻ്റെ കണ്ണീർ താക്കോൽ എന്നാണ്. കൽപ്പറ്റ ടൗൺഷിപ്പിൽ കിട്ടിയ വീടിൻ്റെ താക്കോൽ ഉരുൾ ദുരന്തത്തിൽ മരണപ്പെട്ട 3 മക്കളുടെ കല്ലറയിൽ സമർപ്പിച്ച് ദമ്പതികൾ എന്നാണ്. ആ ചിത്രം കൂടി എടുത്തിട്ടുണ്ട്. ആ കല്ലറയിൽ കണ്ടാൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ അത്രയും കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ശവകുടീരമാണ്, ഒരു കുഴിമാടമാണ്. 3 ബ്രദേഴ്സ് എന്ന് നമുക്കതിൽ കാണാം. ആ കുട്ടികളുടെ ചിത്രം കൂടി കാണാം. അനീഷും സയനയും തങ്ങൾക്ക് ലഭിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിലെ വീടിൻ്റെ താക്കോൽ ഉരുൾ ദുരന്തത്തിൽ മരിച്ച മക്കളുടെ കല്ലറയിൽ സമർപ്പിച്ചപ്പോൾ എന്നാണ്. ആ താക്കോലും അതിൻ്റെ രേഖകൾ കൂടി വെച്ചുകൊണ്ടാണ്, അതായത് ആ വീടിനുള്ളിൽ ശബ്ദമാകേണ്ട, സന്തോഷമാകേണ്ട, കലപില കൂട്ടേണ്ട മക്കളില്ലാത്ത വീട് ആണ്, അത് നിങ്ങളുടെ വീടാണെന്ന് അച്ഛനും അമ്മയും പറയുകയാണ്. അവർ എത്രത്തോളം ദുഃഖത്തോടു കൂടിയായിരിക്കും ആ വീട്ടിലേക്ക് കയറുക എന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ മനോരമയിൽ മറ്റൊരു വാർത്തയുണ്ട്. അതിങ്ങനെയാണ്: 90-കാരിയെ ചുമന്നത് 5 കിലോമീറ്റർ മരുമകൾ ചുമന്നു എന്നുള്ളതാണ്. 500 രൂപ പെൻഷനായി ദുരിതയാത്ര എന്നാണ്. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ 4 മാസമായി നിഷേധിക്കപ്പെട്ട വാർദ്ധക്യ പെൻഷൻ കിട്ടാൻ 90 വയസ്സുള്ള ഭർത്തൃമാതാവിനെ തോളിലേറ്റി ബാങ്കിലേക്ക് മരുമകൾ നടന്നത് 5 കിലോമീറ്റർ ആണെന്നുള്ളതാണ്. ഇത് ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ നിന്നുള്ള സുഗ്മാനിയ എന്ന യുവതിയാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ്. ഭർത്തൃമാതാവിനെ തോളിലേറ്റി നടക്കുന്ന ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മാധ്യമത്തിലെ എഡിറ്റോറിയലാണ്. അത് ഇങ്ങനെയാണ് അതിൻ്റെ ഹെഡ്ലൈൻ: പരിസ്ഥിതി ആക്ടിവിസം ശല്യമല്ല, അത്യാവശ്യമാണെന്നുള്ളതാണ്. കോടതി ഇടപെടാൻ വിസമ്മതിച്ച പല പദ്ധതികളും പരിസ്ഥിതിക്ക് വരുത്തുന്ന വിനാശം ചെറുതല്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിസ്ഥിതി തകർത്തും വികസനമെന്ന സർക്കാരിൻ്റെ നിലപാടിന് പരമോന്നത കോടതി വരെ താങ്ങു നിൽക്കുകയാണ്. രാജ്യവും ലോകവും മുമ്പില്ലാത്ത വിധം കാലാവസ്ഥാ പ്രതിസന്ധി അനുഭവിക്കുന്ന കാലത്താണ് ഇങ്ങനെ പറയുന്നതെന്നാണ് വൈരുദ്ധ്യം. വരാനിരിക്കുന്ന സൂപ്പർ എൽനിനോ പല മേഖലകളിലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഭൂമിയിലൊട്ടാകെ ഏറ്റവും ചൂട് അനുഭവപ്പെട്ട കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസത്തിൽ അസാധാരണമായ അത്യുഷ്ണം അനുഭവപ്പെട്ട 50 നഗരങ്ങളും ഇന്ത്യയിലാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദശലക്ഷക്കണക്കിന് മരങ്ങളടക്കം അപൂർവ വ്യവസ്ഥിതികൾ നശിപ്പിക്കാൻ പോകുന്ന പദ്ധതികൾ നിക്കോബാറിലും വിവിധ സംസ്ഥാനങ്ങളിലും വരുന്നു. കോർപ്പറേറ്റുകളുടെ പദ്ധതികൾക്ക് തടസ്സമാകാത്ത തരത്തിൽ പരിസ്ഥിതി നിയമങ്ങളും വനത്തിൻ്റെ നിർവചനവുമെല്ലാം മാറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ കാലത്ത് നമുക്ക് ജീവിക്കാൻ, അതായത് ഈ പദ്ധതികളെല്ലാം വന്ന്, വൻകിട പദ്ധതികളെല്ലാം വന്നതിന് ശേഷം നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം എന്ന് മാധ്യമം ചോദിക്കുന്നു. അതിൽ സുപ്രീം കോടതി വരെ കുടപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് നിലപാട് പേജിൽ മാധ്യമം പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ, പ്രത്യേകിച്ച് നമുക്കൊക്കെ ആശ്വസിക്കാം. ഇന്നിപ്പോൾ പെട്രോളിന് ഏതാണ്ട് 2.5 രൂപയ്ക്ക് മുകളിൽ വില വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള, അമേരിക്കയും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറയുന്നു. തിരിച്ച് സേതുവിലേക്ക്.